ഹായ്. എന്തൊരു ചിരി നാറ്റം. ആ, അത് പുഷ്പ ചിരി മാറിയതാണ്. പടം പടം കയ്യിന്ന് പോയി. പൈസയും പോയി. ആകെയുള്ളൊരു സമാധാനം എന്ന് പറയണത് മുംബൈയിലും ഡൽഹിയിലും ഒക്കെ 2500-നും 2100-നൊക്കെ ടിക്കറ്റ് വിറ്റിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കണ്ടവരുടെ ഒരു അവസ്ഥ ആലോചിക്കൂ. നമ്മൾ പറയില്ലേ കരയണോ ചിരിക്കണോ എന്ന് അറിയാത്തൊരവസ്ഥ എന്ന് പറയില്ലേ? സത്യം പറയാലോ. അതാണ് ഫസ്റ്റ് ഹാഫിൽ നമുക്കുണ്ടായിട്ടുള്ളൊരു ഫീല്. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഇതൊരു മലങ്കൾട്ട് സാധനമാണെന്ന്. പിന്നെ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. ചിരിച്ചിട്ട് തലവേദന എടുക്കുക എന്ന് പറഞ്ഞാല് അത് അത് ഭയങ്കര ഒരു എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. സത്യം പറയാലോ. ഊളപ്പടം, ഊച്ചാളിപ്പടം, ചീഞ്ഞ് നാറി പണ്ടാരടങ്ങിയുള്ളൊരു പടം ആദ്യമായിട്ടാണ് ലൈഫിൽ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് കങ്കുവനെയൊക്കെ ഇങ്ങനെ എടുത്ത് ഉള്ളം കയ്യിലെടുത്തൊരു മുത്തം കൊടുക്കാൻ തോന്നുന്നത്. അല്ല ഞാൻ ആലോചിക്കണത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിവ്യൂല് പറഞ്ഞത് ആ ചെക്കൻ ഒരു കൂറ ചെക്കൻ ഉണ്ടല്ലോ ആ ചെക്കന് സൂര്യയുടെ ക്യാരക്ടർ കടലിന്റെ അടിയിൽ പോയിട്ട് ശംഖൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അതൊക്കെ ആരായാലും ചെയ്തു പോകും. അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടി ആ, കിളി തള്ളക്കിളി അമ്മക്കിളി കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത് കാണുമ്പോ കരഞ്ഞു പോവും, വിതുമ്പി പോവും. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ശംഖും ചെവിയിൽ വെച്ചൊരു സൗണ്ടെങ്കിലും കേൾക്കും. ഇതില് ഈ ഈ അല്ലു അർജുനും രശ്മിയൊക്കെ കാണിക്കണ അപരാധം കണ്ടിട്ട് എന്ത് കിട്ടാനാണ്? എടാ ഇതിൽ ഇനി അല്ലു അർജുൻ എന്തെങ്കിലും ആകാൻ ബാക്കിയുണ്ടോന്ന് എനിക്കറിയില്ല. പുഴു അവിടെ ഉണ്ട്, പുഴു കയ്യും കാലും കെട്ടിയിട്ടിട്ട് തല്ലാണ്. ഏഹ് പട്ടീനെ തല്ലണ പോലെ തല്ലാണ്. ഇയാൾ എങ്ങനെ ഫൈറ്റ് ചെയ്യും? കാരണം ഫസ്റ്റ് പാർട്ടില് കൈ കെട്ടിയിട്ട് തല്ലി കഴിയുമ്പോ ഇവൻ ഭയങ്കരമായിട്ട് കണ്ണൊക്കെ കെട്ടിയിട്ട് പോലും ഈ ചെറിയൊരു ഗ്യാപ്പ് കൂടെ ഊതിയിട്ട് നോക്കിയിട്ട് പുള്ളി തല്ലുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരാളെ കാലും കെട്ടിയിടണമെന്ന് പറഞ്ഞിട്ട് കെട്ടിയിടാണ്. ഇവനിങ്ങനെ പുഴുവാവുക, പുഴടിക്കുക. ഇള ഇങ്ങനെ കടന്ന് നിരങ്ങുക, എന്നിട്ട് അടിക്കുക. വില്ലന്മാർ എന്ന് പറയുമ്പോ വില്ലന്മാര് പേടിച്ച് മാറുക. എന്താണ് പുഴുവാകണുണ്ട്, പച്ചളിപ്പാമ്പാകണുണ്ട്, സൂമ്പി സൂമ്പി എന്നൊക്കെ പറഞ്ഞാല് ഏതോ ഒരുത്തൻ അമ്പും വില്ലും എടുത്തിട്ട് അമ്പിൽ കോർത്തിട്ട് അല്ല വില്ലില് കോർത്തിട്ട് അമ്പാക്കി വിടുകയാണ്. അമ്പ് പോണ മതി പോണു ഇങ്ങനെ കറക്റ്റ് ഉണ്ടെന്ന് നോക്കി കഴുത്തിൽ കടിച്ച് പറിക്കുക. എടാ സൂമ്പി, ശരിക്കും സൂമ്പി നടന്ന് കടിക്കുക അല്ലു അർജുനെ. നമ്മളിത് വല്ലതും വിചാരിക്കണ്ടോ? ട്രെയിലർ ടീസർ എടാ ഒരു പരിധിയില്ലേ? ഈ കെ ജി എഫ് ആണെന്ന് പറഞ്ഞിട്ട് കെ ജി എഫിന്റെ അപ്പനാവാൻ ശ്രമിച്ചിട്ട് എടാ ഇത് കണ്ട് എങ്ങനെ എനിക്ക് എന്തൊക്കെ എവിടുന്നൊക്കെ പറയേണ്ടത് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എന്തൊക്കെ പറഞ്ഞപ്പോ പഴുതാരാവുന്നുണ്ട്, പുഴു ആകറുണ്ട്, സൂമ്പി ആകറുണ്ട്, കാളി ആവറുണ്ട്, അസുരനാവുന്നുണ്ട്, രാക്ഷസനാവുന്നുണ്ട്. ഇനി അല്ലു അർജുൻ എന്താണ് ഇതിൽ ആകാനുള്ളതെന്ന് ഒരു പിടുത്തവും ഇല്ല. 2.5-3 മണിക്കൂർ നേരം നടന്ന അപരാധം കാണിക്കുക. നടന്ന അപരാധം കാണിച്ചാലും പോലെ പോണ വഴിക്കൊക്കെ അപ്പിട്ട് വെറുപ്പിക്കാന്ന് പറയില്ലേ, അങ്ങനത്തെ പരിപാടിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. ദേഷ്യവും അമർഷവും തുടക്കത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ ജിസ് ജോയ് ജിസ്ജോയുടെ വോയിസ്, അതായത് അല്ലു അർജുനെ മല്ലു അർജുന്റെ എം എടുത്ത് വേറെ എന്തെങ്കിലും വിളിക്കണോ, അത് വേറെ കാര്യം, അത് പോട്ടെ. അപ്പോ മല്ലു അർജുൻ ആക്കിയിട്ടുള്ളതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ജിസ് ജോയ്. കാരണം ആ വോയിസിനൊരു ഇതുണ്ടല്ലോ. ഞാൻ ഇന്നലെ പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ കണ്ട, വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അതിൽ പറയുന്നുണ്ട് വോയിസിന് എന്തെങ്കിലും മോഡുലേഷൻ കൊണ്ടെന്ന് ചോദിക്കുമ്പോൾ അല്ലു അർജുന്റെ ആ ക്യാരക്ടർ ഇപ്പൊ പുഷ്പരാജ് ഒരു ഇരുത്തം വന്ന കഥാപാത്രമാണ്. അപ്പോൾ ഇരുത്തം വരുത്താൻ വേണ്ടി ചെറിയ മോഡുലേഷൻ കൊടുത്തു. ആ മോഡുലേഷൻ ഒക്കെ പണ്ടറടങ്ങിയിട്ടുണ്ട്. കാരണം ചില സീനിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു സീൻ, എന്തിനാണ് ഇങ്ങനെ ഡയലോഗ് എന്നൊക്കെ തോന്നിപ്പോകും. ഇതില് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഇതിന്റെ പോസ്റ്ററിൽ കണ്ടിട്ടില്ല, ഒരു കാളി അമ്മന്റെ വേഷം, അല്ലെങ്കിൽ എങ്ങനെ പറയാ ദേവിയായിട്ടോ എങ്ങനെ പറയുന്നത്, ഭദ്രകാളി അല്ലെ, അത്തരത്തിൽ സാരി കൊടുത്തിട്ടൊരു സാധനം കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് കാണിക്കണ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 15-20 മിനിറ്റ് നേരം വെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെറുത്തു. അത് വെറുതെ പറയല്ല, ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ അത് കറക്റ്റ് അങ്ങനെ ആയിപ്പോവും. നമുക്ക് അല്ലു അർജുനോടൊക്കെ ഒരു വെറുപ്പാവും. എന്ത് തേങ്ങ ഇടുവാൻ കാണിക്കണം, നിർത്തി ഇറങ്ങി പോയിരുന്നെങ്കിൽ തോന്നും. അങ്ങനെ കാണിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഈ പുഴു അടിക്കണത്. പുഴു അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹെലികോപ്റ്ററിൽ വന്നിട്ട് അവരത് കാണിക്കുക.
കുറച്ച് ഗുണ്ടകളുടെ അടുത്ത് വന്നിട്ട് ഗുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പല്ലും തേക്കാണ്ട് ഇവൻ പല്ലുമ്പോ എന്ത് കക്കൂസ് മാതിരിയാക്കി വെച്ചിട്ടുണ്ട് പല്ലൊക്കെ. വില്ലത്ര കാണിക്കണ എന്തിനാ ഇങ്ങനെ കാണിക്കണമെന്ന് അറിയില്ല. എന്നിട്ട് അവിടെ വന്നിട്ടാണ് ഈ പുഴു അടിക്കണത്. ഇങ്ങനെ പോന്ന് വെറുതെ പറയല്ല. അല്ലൂർന്ന് ഇങ്ങനെ പോവാ, എഴയ മത്സ്യം. നമ്മളൊരു മീനെടുത്ത് പുറത്തിട്ടാൻ കണ്ടോ, പെടക്കൂല കിടന്നിട്ട് അങ്ങനെ പെടക്കുക. എന്നിട്ട് അവസാനം ചാകാൻ സമയത്ത് ഇത് ഒറ്റയ്ക്ക് കിടന്നിട്ട് ഇങ്ങനെ ഒരു പെടക്കില്ല, മെല്ലെ വാല് മാത്രം. അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പച്ചളിപ്പാമ്പ് ഞാൻ പറയാൻ കാരണം ഒരു കൊമ്പത്തുനിന്ന് ഈ ചാടി കൊത്തും കണ്ണുക്ക് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ശരിക്കും അത് പാറൊന്നുമല്ല, ചാടി കൊത്തുക എന്ന് പറയും. അപ്പോ അത്തരത്തിൽ ചില സീനുണ്ട്. ഈ വില്ല് വിടുന്ന പോലെ വിടുമ്പോ ഇങ്ങനെ വട്ടേ മാറി വരുന്നുണ്ട് അല്ലു അർജുൻ. തൊള്ളയും വിളിച്ചൊരു സൂം പേരൊക്കെ കുറെ ചോര. അയ്യോ, നമ്മള് ശരിക്കും നമ്മുടെ ഏതാണ് സിനിമ? ആ സിനിമയുടെ പേര് ഞാൻ കിട്ടുന്നില്ല. കുബേരനിലെ മണിച്ചേട്ടന്റെ കഥാപാത്രം. അയ്യോ, പണ്ടാരടങ്ങളെ അറിയണില്ലേ? ആ സാധനം കറക്റ്റ് ആയിട്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് രശ്മികയിലേക്ക് നമ്മൾ വരേണ്ടത്. രശ്മിക നമ്മൾ എടുത്ത് മാറ്റി വെക്കാൻ കഴിയില്ല. കാരണം രശ്മിക ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞൊരു സംഭവം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. അതായത് നാഷണൽ അവാർഡ് അല്ലെങ്കിൽ ദേശീയ പുരസ്കാരം പ്രതീക്ഷിക്കുന്നു. എന്ത് തേങ്ങക്കാണ് ദേശീയ പുരസ്കാരം കൊടുക്കേണ്ടത്? വെറുപ്പിക്കണേനോ? ഓവർ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, നമ്മള് 5 കോടി പണം മേടിച്ചിട്ട് 500 കോടിന്റെ അഭിനയം കാഴ്ചവെക്കുക എന്ന് പറയില്ലേ? അത്തരത്തിൽ വെറുപ്പിക്കലോട് വെറുപ്പിക്കൽ. പോരാത്തിന് അവളുടെ കോപ്പിലെ ഫീലിങ്സ്, തൊട്ടാ ഫീലിങ്സ്, നോക്കിയ ഫീലിങ്സ്, പൊട്ടുത്തിയ ഫീലിങ്സ്, ചിരിച്ച ഫീലിങ്സ്, അടുത്തുന്ന ഫീലിങ്സ്. എന്നിട്ട് ആളും നോട്ടമില്ലാതെ കൂട്ടുകാരന്മാരുണ്ട്, ഫാമിലി ഉണ്ട്, അവിടെ CM വരെ വന്ന് ഇരിക്കുന്നുണ്ട്. എന്നാലും ഇവരെ കോപ്രായങ്ങൾ കാണിക്കുക, പോക, ഫീലിങ്സ്, സാറ്റ്. എന്നിട്ട് ഫീലിങ്സിന്റെ ഒരു പാട്ട്. ഇനിയാണ് വരുന്നത് മക്കളെ ശ്രീലീല, ഡാൻസിങ് ക്വീൻ എന്നാണ് പേര്. ആരാണ്? ശ്രീലീല. പാട്ട് കിസിക് കിസിക്, ക്യാമറ കിസിക് സൗണ്ടേ. എന്നിട്ട് അതിന്റെ ഒരു വെറുപ്പിക്കല് വേറെ. അതൊക്കെ എന്താണത് പറയേണ്ടത്? അതിന്റെ വരികളൊക്കെ കേട്ട് കഴിഞ്ഞ് പണ്ടാരടങ്ങി നിൽക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. ഇനി അടുത്തേക്ക് പോകും. തുടക്കത്തിൽ തന്നെ പുള്ളിക്കാരൻ ജപ്പാനിലേക്ക് ഒരു പോക്കുണ്ട്. എന്നിട്ട് ജപ്പാനിൽ എന്തിനാണ് ഈ കാണിച്ചു കൂട്ടണമെന്ന് ഒരു പിടിയില്ല. ആ ഫൈറ്റ് കഴിഞ്ഞ് പിന്നെ എന്താ അവിടെ സംഭവിച്ചെന്ന് അറിയില്ല. അവിടെ വൻ ഫൈറ്റ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇവനെ ഉന്തി വെള്ളത്തിലേക്ക് ഇട്ടുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ പൂന്ന് പറഞ്ഞ വെള്ളത്തിലേക്ക് താഴ്ന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ നിന്ന് എണീക്കാണ്. പിന്നെ കഥ നടക്കുന്നത് ഇവിടെയാണ്. ജപ്പാനൊക്കെ പോയി. ജപ്പാനിൽ ഇവൻ എന്താ സംഭവിച്ചത്? ഇവനെ വെടി വെച്ച് ഇവിടേക്ക് ഒരു വെടിയും കൊണ്ട് താഴത്തേക്ക് വീണതാ. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ, ആ സീനൊക്കെ കഴിഞ്ഞാൽ വീട്ടിലൊന്ന് കടന്നുറങ്ങിയിട്ട് ഞെട്ടി എണീക്കണം. അല്ല, ആണെങ്കിൽ വെടിന്റെ ഒരു പാടെങ്കിലും കാണണ്ടേ? ഇവൻ ഇവിടെ തോക്കിൽ വെടി കൊണ്ടിട്ടുണ്ട്. ഇനി ജപ്പാനിൽ ഇവൻ മുങ്ങി ചത്താവോ? അത് തേർഡ് പാർട്ടിലാണോ കാണിക്കാൻ പോണത്? അറിയില്ല. അത് കഴിഞ്ഞിട്ട് ചെറുപ്പത്തിൽ ഇവൻ ഒരു ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ചാടുന്ന സീനുണ്ട്. ബോൾ എടുക്കാൻ പോയി ചാടി, ഇവൻ നീന്താൻ അറിയില്ല. ചാടി ആ ബോൾ എടുത്തവൻ മുങ്ങി 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 ഇവൻ താഴത്തേക്ക് പോയി. അവിടുന്ന് ഇവൻ ചത്തിട്ടില്ല, കാരണം ചത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എണീറ്റ് വരില്ലല്ലോ. പക്ഷെ അതിന്റെ ബാക്കി എന്താ സംഭവിച്ചത് അറിയില്ല. അവൻ എങ്ങനെ അവിടെ നീന്തി രക്ഷപ്പെട്ടോ, അതോ വലിയ ഡോൾഫിനും വന്ന് പുഴയെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയോ? അതിന് ഒരു എൻഡും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഫഫ, നസ്രിയ ഫഹദ് ഫാസിലിന്റെ ഭാര്യ, പുള്ളിക്കാരി വന്ന് പറയുന്നത് ഫഹദ് ഫാസിൽ ഞെട്ടിക്കുന്നു. ശരിയാണ്, ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം അഴിഞ്ഞാടെന്ന് പറഞ്ഞിട്ടുണ്ട്. അഴിഞ്ഞാടണം, എല്ലായിടത്തും അഴിഞ്ഞാടണം. ഡ്രസ്സ് അയച്ച് അഴിഞ്ഞാടാണ്. തുടക്കത്തിൽ ആ ക്ലൈമാക്സിൽ ഡ്രസ്സ് അയപ്പിച്ച് മാനം കെടുത്തി വിട്ടാണ് പുഷ്പ. പിന്നെ ഇവന് തന്നെ ഡ്രസ്സ് ഇടാൻ സമയം കിട്ടിയിട്ടില്ല. ഒരു 1, 2, 3 സ്ഥലത്തും കണ്ട ഡ്രസ്സ് ഇല്ലാതെ അഴിഞ്ഞാടുണ്ട് ഫഹദ് ഫാസിൽ. ഞെട്ടിച്ചു വെച്ചാൽ ഞെട്ടിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത്തരം കഥാപാത്രങ്ങളൊക്കെ എടുക്കുന്നത് എന്നുള്ള രീതിയിലൊരു ഞെട്ടിക്കൽ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു ഷോക്കായിട്ടുണ്ട് നമ്മൾ ഈ ഫഹദ് ഫാസിൽ ഇത്തരത്തിൽ കാണിക്കുമ്പോൾ. ഒരു 2, 3, 4 സ്ഥലങ്ങൾ ഒരു പുഷ്പ 1 പോലെ നമുക്ക് ഫീൽ ചെയ്യാവുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ അത് ഒരു 2%. സിനിമ 100% നിങ്ങൾ എടുത്താൽ ഒരു 2% ഉള്ളൂ സമാധാനിക്കാനുള്ള വക എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ വെറുപ്പിക്കലോട് വെറുപ്പിക്കൽ. ഈ ആൾക്കാർ, കുറെ ആൾക്കാർ അവിടെ ഇവിടെ കൈയടിക്കുന്നുണ്ട്, കുറെ കൂവുണ്ട്, അലറുന്നുണ്ട്. ഇത് ഊക്കാണോ അതോ എന്താണെന്ന് മനസ്സിലാകാത്തൊരു ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോ, ഫസ്റ്റ് ഹാഫിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, കരയണോ ചിരിക്കണോ എന്നറിയാത്തൊരു അവസ്ഥ എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി തന്നത് ഇതിന്റെ ഫസ്റ്റ് ഹാഫാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് എത്തിയപ്പോ നമുക്ക് ഈ മലങ്കൾട്ടാണെന്ന് മനസ്സിലായി. പിന്നെ ഒരു എൻജോയ്മെന്റ്. പക്ഷെ ഈ തലവേദന എടുത്ത അവസാനം ലാസ്റ്റ് എൻഡ് ആയപ്പോഴേക്ക് അങ്ങനെ വെറുപ്പിച്ചൊരു പടം. ഈ പുഷ്പ 3 ഇനി വരുന്നുണ്ട്. ദയവ് ചെയ്ത് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഇമ്മാരി ഈ പടമൊന്നും എടുത്തു വെക്കരുത് എന്നാണ് സുകുമാർ എന്നോട് പറയാനുള്ളത്. അല്ലു അർജുനൊക്കെ വൻ ഷോ ആയിരുന്നു ഇവിടെയൊക്കെ നാട്ടിൽ വന്നിട്ട് കാട്ടിക്കൂട്ടിയത്. എന്തിനായിരുന്നു എന്നുള്ളത്
ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇമ്മാതിരി ഒരു ഊളപ്പടത്തിന് വേണ്ടിയിട്ടാണ് കാണിച്ചതെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വിവരം വെക്കേണ്ട സമയമായിട്ടുണ്ട്. എന്ത് അണ്ണാക്ക് തള്ളി കഴിഞ്ഞാലും വിഴുങ്ങും എന്ന് വിചാരിക്കരുത്. തുപ്പാനറിയാം, തിരിച്ച് പറയാനും അറിയാം എന്നുള്ളത് ഈ പടത്തോട് കൂടി മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. മല്ലു അർജുൻ എന്താണ് മലയാളി, ആരാണ് മലയാളി എന്നുള്ളത് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പോണത് ഇപ്പോഴായിരിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കണ്ടിട്ടുള്ള ആളുകളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ഇത് ഏതെങ്കിലും വിട്ടുപോയെന്ന് എനിക്കറിയില്ല. ഏതൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല. വല്ലാത്തൊരവസ്ഥയാണ്. നമ്മള് പറഞ്ഞില്ലേ, ഒരു എങ്ങനെ ഇത് പറയേണ്ടത്, വല്ലാത്തൊരു തലവേദന. ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞില്ലേ നമ്മളെ ജയറാമേട്ടൻ, അങ്ങനെയാണ്. ഉറക്കം ഒഴിച്ച് പോയി കണ്ട് വല്ലാത്തൊരു തലവേദന. ഞാൻ ഒന്ന് കിടക്കട്ടെ.